ഇന്ന് നമ്മളെ കൂടെ കൂടുന്നത് വേങ്ങര നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയും വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സുബൈർ മാഷാണ്. സുബൈർ മാഷ്, നമ്മുടെ ഈ ഇലക്ഷൻ വരുന്നുണ്ടല്ലോ, നമ്മുടെ ഇടതുപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് വേങ്ങരയിൽ വികസനം ഇല്ല എന്നുള്ളതാണ്. മാഷക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? വേങ്ങരയിൽ വികസനമുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ 2016 മുതൽ 26 വരെയുള്ള കണക്കാണ്. ആ സമയത്ത് സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. നമ്മൾ മണ്ഡലം വന്നതിന് ശേഷം 2011 മുതൽ 2016 വരെ UDF ആണ് കേരളം ഭരിച്ചത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അന്ന് MLA-യും വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. ഇന്ന് നമ്മൾ കാണുന്ന വേങ്ങര മണ്ഡലത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന പ്രൊജക്റ്റായി നിൽക്കുന്ന വലിയ വലിയ പദ്ധതികൾ മുഴുവൻ കൊണ്ടുവന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അന്നത്തെ വികസനത്തെ കളിയാക്കിക്കൊണ്ട് അവർ ബഡ്ജറ്റിനെ വരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഏതൊക്കെയാണ് ഈ വലിയ വലിയ വികസനം എന്ന് പറയുന്നത്? അതിൽ ഏറ്റവും പ്രധാനം തൊട്ടപ്പുറത്ത് നമ്മൾ ഇരിക്കുന്നത് കല്ലക്കയം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ നിങ്ങൾ പുഴയിലേക്ക് നോക്കുകയാണ്. ഇത് മീനമാസമാണ്. ഇപ്പം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നൊരു മീനം ഒരു 20 ആയിട്ടുള്ളൂ. അതായത് മീനമാസത്തിലെ സൂര്യൻ എന്നൊക്കെ ഒരു സിനിമയുടെ പേരാണ് പോയത്. അതായത് ഈ സമയത്ത് ഇങ്ങനെ ഏറ്റവും ചൂടുള്ള സമയം ഈ ഭാഗത്ത് കുട്ടികൾ മണലിൽ ഫുട്ബോളൊക്കെ തട്ടി കളിക്കുന്ന ഒരു സമയമാണ്. കുടിവെള്ള വണ്ടികൾ ചീറിപ്പായുന്ന സമയമാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 10 കിലോമീറ്ററിലാണ് ഈ പുഴയിൽ വെള്ളം താങ്ങി നിൽക്കുന്നത്. ബാക്കിക്കയം തൊട്ട് ഒതുക്കുങ്ങൽ പൊന്മള വരെ അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന നേതാവിൻ്റെ ദീർഘവീക്ഷണം വന്നുകൊണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് വേങ്ങരയിൽ ഒരു ഗ്രൗണ്ടിനെ കുറിച്ചാണ്. വേങ്ങരയിൽ ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ്. നിലവിൽ ഊരകത്ത് ഒരു സ്ഥലമുണ്ട്, അത് ഇതേപോലെ കോറി നികത്തിയതാണ്, കോറി മണ്ണിട്ടതാണ്, അതിലിപ്പോൾ വേസ്റ്റ് വന്ന് കൂട്ടുകയാണ് എന്നുള്ളതൊക്കെയാണ് ഒരു ആരോപണം. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? വേങ്ങരയിൽ ഗ്രൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ വേങ്ങരയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഇതൊരു ഗൾഫ് ബെൽറ്റാണ്. സ്ഥലത്തിന് പണ്ടൊക്കെ ഏക്കറക്കണക്കിന് ഭൂമി സൗജന്യമായി ആളുകൾ കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭൂമിക്ക് പൊന്നും വിലയാണ്. അപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ നല്ലൊരു കണ്ണായ സ്ഥലം, ഏക്കറക്കണക്കിന് സ്ഥലം അക്വയർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ഗവൺമെൻറ് ഉടമയിലാണെങ്കിൽ സ്ഥലവുമില്ല. അപ്പോൾ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള സ്ഥലങ്ങളെ പറ്റുള്ളൂ. അതിന് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി അത് സ്റ്റേഡിയമാക്കി മാറ്റുക. അതിൻ്റെ പുരോഗമനം എവിടം വരെ എത്തിയിട്ടുണ്ട്? അതിപ്പോൾ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏകദേശം ഒരു 4 കോടിയോളം രൂപ അവിടെ ചിലവായി കഴിഞ്ഞു. തീർച്ചയായും നമ്മളെ ഗവൺമെൻറ് വരികയാണെങ്കിൽ നമുക്കത് ഒരു വർഷത്തിനകം തന്നെ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ പ്രതിപക്ഷമായതുകൊണ്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മാത്രമേ അവിടെ കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു ഫയർ സ്റ്റേഷൻ എന്നുള്ളതാണ് നിലവിലെ ഒരു വ്യവസ്ഥ അല്ലേ? വേങ്ങര നിയോജക മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഒരു ഫയർ സ്റ്റേഷൻ ഇല്ല? എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഫയർ സ്റ്റേഷൻ ഇല്ല. അത് എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ 16 ഫയർ സ്റ്റേഷനുകൾ വേണമല്ലോ. ഫയർ സ്റ്റേഷൻ വളരെ കുറവാണ്. എല്ലാ മണ്ഡലങ്ങളിലും അനുവദിക്കുന്ന ഒരു പോളിസി ഒരു സർക്കാരിനുണ്ടെന്ന് തോന്നി. പക്ഷേ വേങ്ങര നിയോജക മണ്ഡലത്തിൽ കുന്നുംപുറത്തുള്ള PHCയുടെ കീഴിൽ, അതും അവിടുത്തെ ഉദാരമതിയായ ഒരു വ്യക്തി കൊടുത്ത സ്ഥലമാണ്. അവിടെ ഫയർ സ്റ്റേഷനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അത് ഈ പറഞ്ഞ പോലെ ഫയലുകൾ നമ്മൾ റെഡ് ടാപ്പിസ് എന്നൊക്കെ പറയില്ല, ചുവപ്പ് നാട, അത് ആരാണ് ഭരിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമീപനം സർക്കാർ സ്വീകരിക്കും. നമ്മളിപ്പോൾ ഇതിന് മാത്രമല്ല, ഫ്ലൈ ഓവറിൻ്റെ ഒക്കെ അവസ്ഥ ഇതുതന്നെയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ഒരു സപ്പോർട്ട് ഈ വിഷയത്തിൽ കിട്ടും. ഫ്ലൈ ഓവറിന്റെ നിലവിലെ സ്ഥിതി എങ്ങനെ? ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ 5 വർഷം മുമ്പാണ് ഇവിടുത്തെ ഗതാഗത പ്രശ്നം പരിഹരിക്കുകയാണ്. നമ്മളൊക്കെ ദിവസവും വേങ്ങര ടൗണിലൂടെ കടന്നു പോകുന്നതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലം റോഡ് വീതി കൂട്ടുക അല്ലെങ്കിൽ കടകൾ പൊളിച്ചു മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യമാണ്. അപ്പോൾ അത് നമ്മളെ സിനിമാൾ ജംഗ്ഷനിൽ നിന്ന് താഴെ ഭാഗത്തേക്ക് ഒരു ഫ്ലൈ ഓവറാണ്. അതിന് നമ്മൾ പ്രോജക്റ്റ് DPR തയ്യാറാക്കിയത് 220 കോടി രൂപയാണ്. 5 വർഷമായി അത് സർക്കാരിന് മുമ്പിൽ വെച്ചിട്ട് ഓരോ വർഷവും ബഡ്ജറ്റ് വരുമ്പോൾ 100 രൂപയുടെ ടോക്കൺ മണി മാത്രമാണ്. 18 ലക്ഷം രൂപ നേരത്തെ അനുവദിച്ചു. അത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി മാത്രമാണ്. വേറെ 1 രൂപ പോലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനൊരു ഗതി വേങ്ങരയ്ക്ക് വരാൻ കാരണം. പ്രത്യേകിച്ചൊരു ഒരു കുഞ്ഞാലി സാഹിബിനെ പോലുള്ള ഒരു വലിയ നേതാവിൻ്റെ മണ്ഡലമാണ് എന്നുള്ള ഒരു ചിന്ത പോലും സർക്കാരിൻ്റെ അടുത്തില്ല എന്നുള്ള അവഗണന, തീർത്തും അവഗണന. വേങ്ങരയിലെ ഒരു സിവിൽ സ്റ്റേഷൻ എന്ന് കുറേ കാലങ്ങളായി കേൾക്കുന്നതാണ്. എന്താണ് അതിൻ്റെ അവസ്ഥ? സിവിൽ സ്റ്റേഷൻ ഭയങ്കര ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ AE ഓഫീസ്, അതുപോലെ തന്നെ മറ്റ് ചില ഓഫീസുകളൊക്കെ ഇതേപോലെ സ്വകാര്യ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കച്ചേരിപ്പടി വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു പ്രപ്പോസൽ ഇതേപോലെ വില്ലേജ് ഓഫീസും മറ്റ് ഇതേപോലെ റവന്യൂ ഓഫീസുകൾക്കും AE ഓഫീസ് ഉൾപ്പെടെയുള്ളതിനും ഒരു കെട്ടിടം എന്നുള്ള നിലക്കുള്ള പ്ലാനുണ്ട്. അതും നമുക്കൊക്കെ അതിനൊരു ബാരിയറായിട്ട് തടസ്സമായി നിൽക്കുന്നത് സർക്കാരിൻ്റെ അനുമതിയും ഫണ്ടുമാണ്. അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ ആലോചിച്ച്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു റോഡിൻ്റെ വക്കിലാണ്. ഒരു 50 വർഷം മുമ്പ് ഇവിടെ റോഡില്ലല്ലോ. ഇതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമല്ലേ. നമ്മൾ എവിടെ പോയാലും ഇന്ന് റോഡ് സൗകര്യങ്ങളും കെട്ടിട സൗകര്യങ്ങളും ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഉദാരമതികളായ ആളുകൾ വിട്ടുകൊടുത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു താല്പര്യം വികസന കാര്യങ്ങളുണ്ടെങ്കിൽ
ഇപ്പോൾ നേരത്തെ നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു സിവിൽ സ്റ്റേഷൻ്റെ കാര്യം എന്തായിരുന്നല്ലോ, സ്ഥലത്തിൻ്റെ പ്രശ്നം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ അതിന് താല്പര്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്നൊരു 10-20 സെൻറ്റ് സ്ഥലം സർക്കാരിന് വിട്ടുകൊടുക്കട്ടെ. ഇപ്പോഴും അത് പ്രൈവറ്റ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഓണർഷിപ്പിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഒരു സെൻറ്റ് ഭൂമി പോലും അതിൽ നിന്ന് സർക്കാരിന് വിട്ടുകൊടുത്തില്ല. നമ്മുടെ നാട്ടിലെ മുഴുവൻ സ്ഥാപനങ്ങൾ, എന്തിനേറെ പറയുന്ന അംഗനവാടികൾ വരെ ഇവിടുത്തെ ഉദാരമതികളായ ആളുകൾ സംഭാവന ചെയ്ത സ്ഥലത്താണ്. ആ നമ്മളോടാണ് ഈ ഗ്രൗണ്ട് കാട്ടിയിട്ട് ഞാനിത് ചെയ്തു നിർവ്വ മറ്റെന്ത് കാര്യമാണ് അദ്ദേഹം ഇവിടെ ചെയ്തതായിട്ട്, നാടിന് വേണ്ടി എന്ത് നന്മ ചെയ്തതായിട്ടാണ് പറയാൻ പറ്റുക? സഭാ സ്കോറിനെ പോലെ ഒരു കാര്യങ്ങൾ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ UDFോ വേങ്ങരയിലെ ICDS ഓഫീസ്, പോലീസ് സ്റ്റേഷന്, അതുപോലെ തന്നെ ബ്ലോക്ക് ഓഫീസ്, നമ്മുടെ ഏറ്റവും 10,000-ഓളം ആളുകൾ, ഏകദേശം 1000-ഓളം ആളുകൾ വരുന്ന നമ്മുടെ CHC, ഇതുൾപ്പെടെയുള്ള സ്ഥലം എന്ന് പറയുന്നത് 3 ഏക്കറാണ്. മാളിയേക്കൽ അബ്ദുല്ലാജി എന്ന വേങ്ങരയുടെ പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന വ്യക്തി കൊടുത്ത സ്ഥലമാണത്. ഏകദേശം ഇന്നത്തെ ഒരു മതിപ്പ് വില 50 കോടി രൂപയോളം ചെലവ് വരും. ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ പണ്ടത്തെ ആളുകൾ കൊടുത്തിട്ട് വന്നതാണ്. അല്ല, നാടിന് ആവശ്യമുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തു തന്നെയാണ്. അതൊരൊറ്റ എക്സാമ്പിൾ മാത്രം. അതുപോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആംബുലൻസ് ആയിട്ടും മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് UDF അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്നതല്ല. തോറ്റാലും വിജയിച്ചാലും അതതിൻ്റെ അനശ്വതം അത് മുന്നോട്ട് പോകും. താങ്കൾ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. എന്താണ് ഭാവി പരിപാടികൾ താങ്കളുടെ? ഞാൻ കാര്യമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ കണ്ടതാണ്. ഞാനൊന്ന് മുന്നോട്ട് വെച്ച് നമ്മളൊരു സ്വപ്നം എന്ന് പറയേണ്ടത് വേങ്ങര CHCയിലെ കിടത്തി ചികിത്സ ആയിരുന്നു. അതും തടയാനുള്ള പ്രധാന കാര്യം, നമ്മളിവിടെ ഡയാലിസിസ് സെൻ്ററിന് അടക്കമുള്ള കെട്ടിടങ്ങൾ കുഞ്ഞാലി സാഹിബിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ചിട്ടും ഡയാലിസിസ് തുടങ്ങാൻ പറ്റാതെ സർക്കാരിൻ്റെ അനുമതി മാത്രം മതി, ബാക്കി ഫണ്ട് നമ്മൾ കണ്ടെത്തിക്കോളാം എന്നുള്ളതാണ്. അതേപോലെ അവസ്ഥ തന്നെയായിരുന്നു സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട് കിടത്തി ചികിത്സ നടപ്പാക്കാൻ പറ്റാതെ വന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ചെയർമാന്മാരും ഞങ്ങളെല്ലാം കൂടി മുൻകൈ എടുത്തുകൊണ്ട് സർക്കാരിനെ സമീപിച്ച് നിരവധി തവണ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖാന്തരം സമ്മർദ്ദം ചെലുത്തിയപ്പോൾ പൂക്കോട്ടൂർ PSCയിൽ നിന്നും മലപ്പുറം PSCയിൽ നിന്നും 2 സ്റ്റാഫ് നഴ്സിനെ തൽക്കാലം ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്തു. ഇപ്പോൾ ഈ മിനിഞ്ഞാന്ന് 1-ാം തീയതി മുതൽ നമ്മളവിടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് ആളവിടെ എത്തിയിട്ടില്ല. ഇന്നൊക്കെ ആൾ വരികയാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള 60 ബെഡുകളോട് കൂടിയിട്ടുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. വേങ്ങരയിൽ സർക്കാർ അനുവദിച്ച മലബാർ കോളേജ് എങ്ങനെ ഒരു സ്വകാര്യ കോളേജായി മാറിയത്? നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ മണ്ഡലത്തിൽ എന്താ ചെയ്തു എന്നുള്ളത്. അതിനൊരു ഉത്തരമായിരുന്നു ഈ മലബാർ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ആ സമയത്ത് മിക്ക മണ്ഡലങ്ങളിലും സർക്കാർ ഉടമസ്ഥയിലാണ് കോളേജ് കൊണ്ടുവന്നത്. വേങ്ങരയിൽ അത് സ്വകാര്യ കോളേജല്ല, ഗവൺമെൻറ് എയ്ഡഡ് ആണ്. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കോളേജ്, ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, 5 ഏക്കർ സ്ഥലം കോളേജ് അനുവദിക്കണമെങ്കിൽ വേണം. ഒരു UP സ്കൂളിന് എത്ര വേണമെന്ന് ഒരു അധ്യാപകൻ എന്നുള്ളത് എനിക്കറിയാൻ പറ്റും. എന്നതുപോലെ 5 ഏക്കർ സ്ഥലമാണ്. വേങ്ങര പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പൊന്നുംവില ഭൂമിക്കുള്ള സ്ഥലത്ത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ സ്വന്തമായി ഭൂമി ഇല്ലാത്തൊരവസ്ഥയിൽ 5 ഏക്കർ കൊടുക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ കോളേജ് നഷ്ടപ്പെടുന്ന സ്ഥിതി വരും. അപ്പോൾ ആ സമയത്ത് വിദ്യാഭ്യാസ തൽപരരായ നമ്മുടെ മണ്ഡലത്തിലെ ഒരു 13ഓളം ആളുകൾ ചേർന്ന് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ആ ട്രസ്റ്റിന് കീഴിലാണ് മലബാർ കോളേജ് കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ജില്ലയിൽ റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്തും സംസ്ഥാനത്ത് 18-ാം സ്ഥാനത്തുമാണ്. ഈ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന മൾട്ടിമീഡിയ പോലുള്ള കോഴ്സുകൾ, മൾട്ടിമീഡിയ മലപ്പുറം ജില്ലയിൽ ഈ കോളേജിൽ മാത്രമേ ഉള്ളൂ. ന്യൂജൻ കോഴ്സ് വെച്ചിട്ട് തുടങ്ങിയതാണ്. റാങ്കുകൾ നമ്മൾ കുട്ടികൾ വാരിക്കൂട്ടുകയാണ്. അപ്പോൾ നമ്മൾ അന്ന് അതിന് സർക്കാർ കോളേജില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു മനോഹരമായ കോളേജ് നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. മലപ്പുറത്ത് നമുക്കറിയാം, ഞാൻ PSMO കോളേജിൽ, തിരുവങ്ങാടി PSMO കോളേജിൽ പഠിച്ചതാണ്. അതിന് NAC അക്രഡിറ്റേഷൻ ഉണ്ട്. മമ്പാട് MES കോളേജിന് NAC അംഗീകാരമുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് NACൻ്റെ A+ അംഗീകാരം നേടിയ സ്ഥാപനമാണ് വേങ്ങരയിലെ മലബാർ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇപ്പോഴും സർക്കാർ അതിനോടുള്ള അവഗണന എന്ന് പറയുന്നത്, ഈ 10 വർഷം കഴിഞ്ഞപ്പോൾ അവർ PG കോഴ്സിന് വേണ്ടിയിട്ട്, ഡിഗ്രി കഴിഞ്ഞിട്ട് PGക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഇന്ന് വരെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് പോലും അവിടെ അനുവദിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മളിത് കോളേജ് നടത്തുമെന്ന് പറഞ്ഞാൽ നമുക്ക് കോളേജ് നടത്തിയ പരിചയമുള്ളൂ. പണ്ട് 100 കൊല്ലം മുമ്പ് ഓത്തുപള്ളികൾ സ്ഥാപിച്ച ആളുകളാണ് നമ്മളെ പൂർവികർ. ഇവർ ബാങ്കും ഊരാലുങ്കൽ പോലുള്ള സൊസൈറ്റികൾ സ്ഥാപിച്ച് പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗം നോക്കുമ്പോൾ കുട്ടികൾ പഠിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നു. ഫാറൂഖ് കോളേജിൻ്റെയും മമ്പാട് കോളേജിൻ്റെയൊക്കെ ചരിത്രം ഞങ്ങൾക്കറിയാം. KM സിദി സാഹിബിനെ പോലുള്ള ആളുകൾ ഫാറൂഖ് കോളേജ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലുണ്ടായിരുന്ന കാറ് വിറ്റിട്ട് തുടങ്ങിയതാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്ത് നമുക്കറിയാം. ഒന്നും ചെയ്യൂല, ചെയ്യുന്നവരെ വെറുതെ അനാവശ്യമായി വിമർശിക്കുക എന്നുള്ളൊരു പണി മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അതിൽ വലിയൊരു കയമ്പില്ല. പൊതുവേ എന്താണ് വേങ്ങരത്തെ ഇലക്ഷൻ നിങ്ങൾ വിലയിരുത്തുന്നത്? എങ്ങനെയാണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈസി വാക്ക് ഓവർ. ഇത് വെറുതെ പറഞ്ഞതല്ല. ഒരു 5 തെരഞ്ഞെടുപ്പ് 2008 വേങ്ങര മണ്ഡലം വന്നതിന് ശേഷം ഉണ്ടായി. 2-3 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളോളം ഇവിടെ നടന്നു. അതിലുള്ള ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ മാത്രം മതി, കാര്യങ്ങൾ വ്യക്തമാവും. നിങ്ങളുടെ എതിർകക്ഷികളുടെ ഒരു ആരോപണമാണ് ഈ KM ഷാജി എന്നത് ജമാഅത്ത് ഇസ്ലാമിൻ്റെ റെക്കമെൻഡഡ് സ്ഥാനാർത്ഥിയാണെന്ന്. അതിനെക്കുറിച്ച് എന്താ പറയുക?
ഷാജി ഒരേ സമയം ഹിന്ദു, അതായത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എതിർക്കുന്ന ആളാണ്. ഷാജിയെ സമീപിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ വാഹനത്തിനകത്ത് സർക്കാർ നിയോഗിച്ച 2 സെക്യൂരിറ്റി ഓഫീസർമാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണി ഉണ്ടായിട്ടാണ്. ആ ഭീഷണി എന്താണ്? ഇതുപോലുള്ള തീവ്രവാദികളിൽ നിന്നുണ്ടാകുന്ന ഭീഷണിയാണ്. അത് ഏത് വിഭാഗത്തിൻ്റെ ആയാലും, SDPIയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ, പിന്നെ ഹിന്ദു ഭീകര ഈ മറ്റു സംഘടന, സംഘപരിവാർ സംഘടനകൾ, ഇതിൽ നിന്നൊക്കെയുള്ള ഭീഷണിയുണ്ട്. പിന്നെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ 2011 വരെ CPM താലോലിച്ചൊരു സംഘടന. അതൊരു വർഗീയ സംഘടനയായിട്ട് എനിക്ക് തോന്നുന്നില്ല.